ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു തൈര് കാച്ചിയതായിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണ് കാച്ചിയതെന്ന് നമുക്ക് നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള തൈര് വേണം കേട്ടോ അതിന്. ഇതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉലുവയും കൂടെ തന്നെ ഒരു 3 വറ്റൽമുളക് വട്ടത്തിൽ മുറിച്ചിട്ടതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ നമുക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. നന്നായിട്ട് ചതച്ചെടുക്കണം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ സൈസ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞു, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുമാണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കും മീഡിയം സൈസ് സവാള, ഒരു മീഡിയം സൈസ് ചെറിയൊരു സവാള കേട്ടോ. അതിൻ്റെ പകുതി പോർഷൻ കുനുകുനാന്നരിഞ്ഞതും പകുതി പോർഷൻ നമ്മൾ നീളത്തിലരിഞ്ഞതും ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ സോട്ടാക്കി കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്നാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ എടുത്ത് പറയുന്നതെന്നുള്ളൂ. ചിലർ പെട്ടെന്ന് പച്ച മണമൊന്നും മാറാതെ ആ ഇതിൽ തന്നെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴല്ലോ അതിൻ്റെ ടേസ്റ്റൊന്നും വരത്തില്ല കേട്ടോ നമ്മളെ കറികൾക്ക്. ഇതാ ഒരു 2-3 പിഞ്ച്, അതായത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഇതാ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇത് എരിവൊന്നുമില്ല, ഒരു കളർ കിട്ടാനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഈ കാശ്മീരിയും കളർ ചെല്ലുമ്പോൾ മോര് കാച്ചൽ നല്ല ഒരു കളറാണ്. അതിന് വേണ്ടിയാണ് കാശ്മീരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരില്ലേ, ഇത് കട്ട തൈര് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കില്ല, ആ തൈരാണ്. ഞാൻ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ്കൊക്കെ വെച്ചിട്ടിട്ട് മിക്സിയിലൊന്നിട്ട് അടിക്കരുത്. ഇനി നമ്മൾ വീട്ടിൽ സാധാരണ തൈരില്ലേ, അതാണെങ്കിൽ അല്ലെങ്കിൽ മോര്, നല്ല കട്ടിയുള്ള മോരാണെങ്കിൽ അതിൽ വെള്ളം ചേർക്കാതെ വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ചേർക്കുമ്പോൾ കേട്ടോ, ഇതിൽ ഞാൻ 2 കപ്പ് കട്ട തൈര് ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് ഒന്ന് വിസ്ക് കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ടിതാ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ്, ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വീണ്ടും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് കട്ടിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഒഴിക്കേണ്ടി വന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ വെള്ളം പോലുള്ള തൈരൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുണ്ടാക്കാൻ പറ്റില്ല എന്നല്ല, അത് ആ ടേസ്റ്റ് വരില്ല കേട്ടോ. ഇത് നല്ല ഉറച്ചിരിക്കും, നല്ല രസം, നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള ഒരു തൈര് ഇതാണ്. ഇത് എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കട്ടയ്ക്ക് ഇരിക്കും. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്കിതിനൂടെ ഒരു അച്ചാർ, ഒരു പപ്പടം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാം. പിന്നെ ഈസിയല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി പുളിയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ 1-2 എന്നുള്ള പഞ്ചസാര കേട്ടോ. സ്പൂണല്ല, 1-2 പിഞ്ച് പഞ്ചസാര ഒന്ന് ടേസ്റ്റ് ബാലൻസ് ഒന്ന് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഫുൾ തീയിലൊന്നും വെച്ച് തന്നില്ല, ഒരു മീഡിയം ടു അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ തീയൊന്ന് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇത് ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ചിലർ തീയൊക്കെ കൂട്ടിയിട്ടിട്ടാണ് ഉണ്ടാക്കി പിരിഞ്ഞ് പോകട്ടെ, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഇങ്ങനെ പറഞ്ഞത്, അതായത് എൻ്റെ മക്കളെ പോലുള്ളവർക്കൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ചേർത്തില്ലേ, ചതച്ചതൊക്കെ, അതിൻ്റെയൊക്കെ മണം വന്ന് നല്ലൊരു മണമായിരിക്കും. നെയ്യൊക്കെ ചേർത്തുകൊണ്ട് കേട്ടോ. നിങ്ങളിതാ ഈ നോയമ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമ്മൾ ഈ നോയമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളിന് നമ്മൾ സാധാ ചോറും പിന്നെ മോര് കാച്ചത്, ഇറച്ചി പൊരിച്ചത്, ഇപ്പം നമ്മൾ നേരത്തെ ഇട്ടില്ലേ അതുപോലുള്ള ബീഫോ അല്ലെങ്കിൽ പ്രോൺസോ അങ്ങനെയുള്ള ചിക്കൻ പൊരിച്ച് അതൊക്കെ കൂട്ടിയാണ് കേട്ടോ നമ്മൾ കഴിക്കുക. ബലിപെരുന്നാളിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ. കാരണം നമ്മളല്ലേ 30 ദിവസം
ഫാസ്റ്റിങ്ങിലായിരുന്നു നമ്മൾ. പെട്ടെന്ന് ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഇന്നത്തെ ഫുഡ് അതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അത് അടപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ വെക്കരുത്, ചൂട് തട്ടിയിട്ട് അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാറ്റി വയ്ക്കുക. ഞാനിതാ പ്ലേറ്റിലേക്ക് ചോറെടുക്കുന്നുണ്ട്. ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പപ്പടവും അച്ചാറും മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണിത്. ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എളുപ്പമാണ് കേട്ടോ. നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ ആയി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് ബീഫ് നേരത്തെ പോസ്റ്റ് ചെയ്തില്ലേ, ആ ബീഫും പിന്നെ ഒരു പ്രോൺസിൻ്റെ മസാലയും കൂടിയാണ് കേട്ടോ. ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോഴത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ.